ഒരു പ്രവാസി ഒരുപാട് വർഷം പല ഗൾഫ് രാജ്യങ്ങളിലും അധ്വാനിച്ചു. അവസാനം പ്രായം ആയപ്പോൾ നാട്ടിലേക്ക് പോകേണ്ടി വന്നു. പക്ഷേ കയ്യിൽ കാശില്ല. എന്തായിരിക്കും അവസ്ഥ? ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഞാൻ 11 കൊല്ലം ദുബൈയിൽ നിന്ന് 8 കൊല്ലം മക്കയ്ക്ക് നിന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ മേടിച്ചതല്ല എന്റെ ഭാര്യയുടെ വില. മക്കളെയൊക്കെ പഠിപ്പിച്ച് അവരൊക്കെ ഇപ്പൊ ചോവില്ലാത്ത രീതിയായി. വീടൊക്കെ വെച്ച് ഞാൻ നാട്ടിൽ വന്നപ്പോ എന്റെ ബാലൻസ് ഇല്ലാതെ ചൊല്ലി എന്നും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. വിഷയങ്ങൾ മൂത്ത് വന്നപ്പോ ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ പ്രതികരിച്ചു. അന്നേരം ഇറങ്ങി പോടാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി പോകാം. ഇതാണ് കയ്യിൽ കാശില്ലാതെ നാട്ടിൽ സെറ്റിലാവേണ്ടി വന്ന ഒരു പ്രവാസിയുടെ അവസ്ഥ. ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊരു പാഠമാണ്. ഇപ്പൊ പ്രവാസത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാണ്. ഉള്ളതൊക്കെ അങ്ങ് വരണ്ടി അങ്ങ് നാട്ടിലേക്ക് അയക്കുമ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കയ്യിൽ കാശുണ്ടെങ്കിലേ വിലയുള്ളൂ ഭായി. നിങ്ങളൊക്കെ മതിയാക്കി നാട്ടിലെത്തിയെന്ന് വെച്ചോ, ആദ്യം അന്വേഷിക്കല് സുഖമാണോന്നല്ല, ബാങ്കിൽ ബാലൻസ് ഉണ്ടോ എന്നാണ്. അല്ലെങ്കിൽ കയ്യിൽ സമ്പത്തുണ്ടാ, എനിക്ക് വിലയും നിലയുണ്ട്. അല്ലെങ്കിൽ ഇല്ലേ, സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ ജനറേഷനും ഇനി വരാൻ പോകുന്ന ജനറേഷനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കൊക്കെ പണേ വേണ്ടു. നമ്മൾ എന്ന് പറയുന്ന ഒരു ATM കാർഡാണ്. പ്രവാസികളെ സ്വതവേ സാധാരണഗതിയിൽ ഒരു ATM മെഷീൻ മാത്രമാണ് അല്ലേ. അതിൽ കാശ് നിറക്കേണ്ട ബാധ്യത മാത്രമേ നമുക്കുള്ളൂ. എടുക്കല് നാട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ ഒരു എന്ന് പറയേണ്ടത് നമുക്ക് മുന്നറിയിപ്പാണ്. നമ്മൾ പ്രവാസികളൊക്കെ തന്നെ നമുക്ക് നാളത്തേക്കും കൂടി എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ കരുതിയില്ലെങ്കിൽ ഈ ചേട്ടന്റെ ഗതിയായിരിക്കും നാളെ പലർക്കും വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് സോ ബി കെയർഫുൾ. കയ്യിൽ എല്ലാം നമ്മൾ അങ്ങ് ഇടാൻ നിൽക്കണ്ട. നമുക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ കരുതുക. ഇനിയിപ്പോൾ നമ്മൾ കരുതി മരിച്ചു പോയെന്ന് തന്നെ വെച്ചോ, ആ മരിച്ചതിന് ശേഷമുള്ള ചെലവിനെങ്കിലും നമ്മൾ അധ്വാനിച്ച കാശ് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അത്ര നമ്മൾ ചിന്തിക്കണ്ടോ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സമൂഹത്തിലും ഒക്കെ വിലയുള്ളൂ. അല്ലെങ്കിൽ ഒരു വിലയും നമുക്ക് ഉണ്ടാവില്ല. ഉള്ളത് പറയുന്ന. അതുകൊണ്ട് നമ്മൾ നാളത്തേക്കും കൂടി നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാം. അതല്ലാണ്ട് പെട്ടിയും കെട്ടി അസുഖം കൊണ്ട് നാട്ടിൽ പോകുമ്പോൾ കയ്യിൽ കാശില്ലെങ്കിൽ ചികിത്സിക്കാൻ പോലും ആരും തരണില്ല. അതാണ്